ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഓട്ടോ വ്ലോഗ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ സ്കോഡ കൈലാക്ക് എന്ന വാഹനത്തെക്കുറിച്ചാണ്. സ്കോഡ കൈലാക്ക് എന്നുള്ള വാഹനം നമ്മുടെ നെക്സോൺ, അതുപോലെ ബ്രസ, അതുപോലെ 3XO ആ കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ്. സെയിൽ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 2026 4089 വാഹനങ്ങളായിരുന്നു വിറ്റത്. സ്കോഡയുടെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു വാഹനമാണത്. അതുപോലെ കഴിഞ്ഞ വർഷമാണെങ്കിൽ 5500 വാഹനങ്ങൾ വിറ്റതാണ്. അപ്പം ഇതിന് ഏകദേശം ഒരു 3500-നും 4500-നും ഇടയിലാണ് വാഹനങ്ങൾ സെയിൽ വരുന്നത്. ഈ വാഹനം അത്ര മോശം വാഹനമല്ല. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഈ വാഹനം സെയിലാകാത്തതിന് പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങളുണ്ട്. അതായത് ഞാൻ ഈ പഞ്ച് എടുക്കുന്നതിന് മുന്നേ ഞാൻ ഈ സ്കോഡ കൈലാക്ക് എന്നുള്ള വാഹനത്തിന് ഞാൻ സർവീസ് സെന്ററിലേക്ക് വിളിച്ചു. ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലം നിലമ്പൂരിനടുത്തുള്ള വഴിക്കടവാണ്. നിലമ്പൂർ അടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് മലപ്പുറം ജില്ലയിൽ എനിക്ക് ഈ വണ്ടി സർവീസിന് കൈലാക്ക് ഞാൻ എടുത്തു. സർവീസിന് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് അതായത് 75 കിലോമീറ്റർ അപ്പുറമുള്ള തിരൂര് വേണം സർവീസിന് പോകാൻ. അതായത് സർവീസ് സെൻറ്റർ അടുത്തൊന്നും ഇല്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. നേരെ മറിച്ച് ടാറ്റയിലാണെങ്കിൽ ഞാൻ ഇവിടുന്ന് എനിക്ക് 2 കിലോമീറ്റർ അപ്പുറത്ത് തന്നെ നിലമ്പൂർ ചന്തക്കുന്ന് സർവീസ് സെൻ്റർ ഉണ്ട്. പക്ഷേ കൈലാക്കിൻ്റെ അങ്ങനെയല്ല, ഇത്രയും ദൂരം പോകണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ അതായത് ഈ ടൗണിലുള്ള ആളുകളൊക്കെ കൂടുതൽ ഈ വാഹനം എടുക്കാനുള്ള കാരണം അതിനടുത്ത് സർവീസ് സെൻ്റർ ഉണ്ട്. പക്ഷേ കുറച്ച് റൂറൽ ഏരിയയിലുള്ള ആളുകൾക്ക് സർവീസ് സെന്ററിന്റെ ഒരു അഭാവമാണ് മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് വിൽക്കാതിരിക്കാനുള്ളൊരു പ്രധാന കാരണം. മൈലേജ് നമ്മളൊരു സിറ്റി ടു സിറ്റി കണ്ടീഷനിൽ സാധാരണ 8-9 മൈലേജ് കിട്ടുന്നുണ്ട്. ഈ വാഹനത്തിന് മൈലേജ് കിട്ടുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഈ കാറ്റഗറിയിലുള്ള ഇപ്പം നെക്സോൺ ആണെങ്കിലും 3XO ആണെങ്കിലും ഒക്കെ പെട്രോളിന് ഈ ഒരു മൈലേജ് സിറ്റിയിൽ കിട്ടുള്ളൂ. ഒരു 9-10 അത്രയൊക്കെ മൈലേജ് കിട്ടുള്ളൂ. കൈലാക്കിന് കിട്ടുന്ന പോലെ തന്നെ. പിന്നെ ഇതിനൊരു പ്രധാന കാരണം ആഫ്റ്റർ സെയിൽസ് ആണ്. ആഫ്റ്റർ സെയിൽസ് എന്ന് വെച്ചാൽ ഈ വാഹനം ഇതിന്റെ ബേസ് മോഡല് നമുക്കൊരു 10 ലക്ഷം രൂപയ്ക്ക് മാനുവൽ കിട്ടുന്ന വിചാരിക്കാം. ഒരു 10-80 ഇതിന്റെ ഒരു ഓട്ടോമാറ്റിക് കിട്ടുമെന്ന് വിചാരിക്കാം. ഇത് 3 വർഷം എടുത്തിട്ടുള്ള അന്ന് 10.5 ലക്ഷത്തിന് എന്തോ ഒരു മാനുവൽ വണ്ടി എടുത്ത ഒരാൾക്ക് ഇപ്പൊ വിൽക്കാൻ നോക്കുമ്പോൾ 6-6.5 ലക്ഷമൊക്കെയാണ് പറയുന്നത്. അതായത് വാഹനം അധികം ഓടിയിട്ടുമില്ല. പക്ഷെ വാഹനത്തിന് റീസെയിൽ വാല്യൂ വളരെ കുറവാണ്. അത് ടാറ്റയുടെ വാഹനത്തിനും കുറവാണ്, മഹീന്ദ്രയുടെ വാഹനത്തിനും കുറവാണ്. അതിനകത്ത് മാരുതി തന്നെയാണ് എപ്പോഴും മുന്നിൽ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ടുള്ള കാരണം സർവീസ് സെന്ററിന്റെ ഒരു അഭാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ കുറച്ചും കൂടെ സർവീസ് സെന്റർ വിപുലമാക്കി കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാന കാരണം ഇവർക്ക് ആകെ കുഷാക്കും കൈലാക്കും മാത്രമാണ് കുറച്ച് സെയിൽ കിട്ടുന്നത്. പിന്നെ സ്കോഡ സ്ലാവിയ പോലെയുള്ള വാഹനങ്ങളൊന്നും ആരും എടുക്കുന്നില്ല അധികം. കാരണം ഇപ്പോൾ സെഡാൻ വാഹനങ്ങൾ അധികം എടുക്കുന്നില്ല ആരും. കുഷാക്കാണെങ്കിലും 1800-1500 വാഹനങ്ങളൊക്കെ വിൽക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ സർവീസ് സെന്റർ വ്യാപനമാക്കിയാലും അവർക്കും കമ്പനിയുടെ ഭാഗത്തു നിന്നും വലിയൊരു മെച്ചം കിട്ടാനില്ല. അതുകൊണ്ടായിരിക്കും അവർ ഈ ഒരു ഇതിൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടൗൺ ഏരിയയിൽ, ഇതിപ്പോൾ കോഴിക്കോട്, മലപ്പുറം പോലെയുള്ള ടൗൺ ഏരിയയിൽ, മലപ്പുറത്ത് തന്നെ തിരൂരേ ഉള്ളൂ, ടൗൺ ഏരിയയിൽ മാത്രം ഇതിൻ്റെ സർവീസ് സെന്റർ വരുന്നത്. പിന്നെ ഇതിന് ഒരുപാട് പോസിറ്റീവ് ഉള്ള വണ്ടിയാണ്. കാരണം പോസിറ്റീവ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഭാരത് എൻഗ്യാപ്പിൽ അല്ലെങ്കിൽ വേൾഡ് എൻഗ്യാപ്പിലുള്ള ആ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ്. പിന്നെ അത്യാവശ്യം ഒരു സ്റ്റഡി ബിൽഡ് ക്വാളിറ്റി, പിന്നെ ആ ഒരു ജർമ്മൻ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻറ്റ്, ഇതെല്ലാം ഈ വാഹനത്തിനുണ്ട്. പിന്നെ റിയർ സീറ്റ് സ്പേസ് കുറച്ച് കുറവാണ്. 3 പേരൊക്കെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. ഈ പഞ്ചൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ വീതിയുള്ള വണ്ടിയാണ്. പഞ്ചിന്റെ വീതി എന്ന് പറഞ്ഞാൽ 1742 നമ്മുടെ കൈലാക്ക് 1783 ഉണ്ട്. അപ്പൊ ഒരു പഞ്ചൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ പഞ്ചിന്റെ അടുത്തൊരു സെഗ്മെന്റ് ആണ് കൈലാക്ക്. കുറച്ചും കൂടെ വീതിയുള്ള വണ്ടിയാണ്, ഇച്ചിരി സ്പേസ് കിട്ടും. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ ഹൈറ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. വാഹനത്തിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് പിന്നെയും മൈലേജ് ഡ്രോപ്പ് ആവും. അപ്പൊ ഈ ഒരു വീതിയുടെ ആവശ്യമുള്ളൂ ഈ ഒരു സെഗ്മെന്റിലുള്ള വാഹനം നോക്കുകയാണെങ്കിൽ. നെക്സോൺ ഒക്കെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വീതിയുള്ള 1704 മില്ലിമീറ്റർ വരുന്നുണ്ട്. അപ്പൊ ഞാനൊക്കെ ഇത് ഒഴിവാക്കി. കാരണം ഞാൻ പിന്നെ എനിക്ക് AMD ഓട്ടോമാറ്റിക് വേണമായിരുന്നു. അപ്പോൾ AMD ആയാലും കുഴപ്പമില്ല, എനിക്ക് കൂടുതലും ടൗണിലാണ് ഞാൻ ഓടുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ കൈലാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എടുക്കാനൊരു 10 ലക്ഷം രൂപ വേണം. പിന്നെ മൈലേജ് കുറച്ചും കൂടെ കുറവായിരിക്കും, പഞ്ചിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കുറവായിരിക്കും. പിന്നെ 1 ലിറ്റർ ടർബോ എപ്പോഴും ആ ഒരു എഞ്ചിൻ മാത്രമേ ഇതിനകത്ത് ഓപ്ഷൻ ഉള്ളൂ. 1 ലിറ്റർ ടർബോ എഞ്ചിൻ മാത്രമേ ഉള്ളൂ.
ഇതൊരു 1 ലിറ്റർ 1.2 ലിറ്റർ ഡീസലോ അങ്ങനെ 1.5 ലിറ്റർ ഡീസലോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇതിനകത്ത് ഈ ഒരു വണ്ടിക്ക് സെയിൽ കിട്ടുമായിരുന്നു എനിക്ക് തോന്നി. ഇപ്പൊ ഈ ഒരു എഞ്ചിൻ ഓപ്ഷൻ ഇതിനകത്ത് വളരെ ഒരു ഇതാണ്. കാരണം 1 ലിറ്റർ ടർബോ മാത്രമേ ഉള്ളത് കൊണ്ട് തന്നെ അതും ഇതിനകത്ത് വലിയൊരു ഘടകമാണ്. അപ്പൊ ഇത്രയ്ക്ക് ഒരു വീഡിയോയിലുള്ളൂ. ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്താണ്. ഇപ്പൊ ഈ ഒരു ടൗൺ ഏരിയ ആണ് മൊത്തമായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നിലമ്പൂരൊക്കെ സിറ്റി ഭയങ്കര ടൗൺ ഏരിയയായി മാറിയത്. കാരണം എനിക്ക് ഈ ഒരു AMDക്ക് മൈലേജ്, ഇപ്പം ഈ വണ്ടിക്കാണെങ്കിലും മൈലേജ് കിട്ടുന്നത് എനിക്ക് ഒരു ടൗണിൽ സിറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഒരു 10-11 മാത്രമേ കിട്ടുന്നുള്ളൂ. കാരണം സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, മാക്സിമം തേർഡ് ഗിയർ. അതിനപ്പുറത്തേക്ക് AMD പോവില്ല. അല്ലെ നമ്മൾ മാനുവൽ ഇട്ട് ഓടിക്കണം. എന്നാലും 40-ലൊക്കെ പോവുകയാണെങ്കിൽ ഫോർത്ത് ഗിയറിലേക്ക് വണ്ടി പോവില്ല. കാരണം ഫോർത്ത് ഗിയറിലേക്ക് ആക്കുകയാണെങ്കിൽ തന്നെ അതൊരു ബീപ്പ് സൗണ്ട് കേട്ടിട്ട് ഫോർത്ത് ഗിയറിലേക്ക് ആകില്ല. ഒരു 50 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയാലേ ഫോർത്ത് ഗിയറിലേക്ക് പോവുള്ളൂ. അപ്പൊ ഇതാണ് നല്ലൊരു വാഹനമാണ് കൈലാക്ക്. ആ വാഹനത്തിന് അധികം സെയിൽ കിട്ടാത്തതിനുള്ള കാരണം മെയിനായിട്ട് ഈ ഒരു സർവീസ് സെന്ററിന്റെ അടുത്തുള്ള ഒരു സർവീസ് സെന്ററിന്റെ അഭാവമാണ്. പക്ഷെ കമ്പനിയെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്കും മൊത്തത്തിൽ ടോട്ടലായിട്ട് ഒരു വാഹനവും കാര്യമായിട്ട് സെയിൽ ചെയ്യുന്നില്ല. ടോപ്പ് സെല്ലിംഗ് വാഹനം കൈലാക്കാണ്. അതിന് തന്നെ സർവീസ് സെന്ററിന്റെ അഭാവമാണ്. ഇപ്പൊ ഞാൻ എടുക്കാത്തതിന് കാരണം സർവീസ് സെന്ററിന്റെ അഭാവമാണ്. കാരണം എനിക്ക് 75 കിലോമീറ്റർ ഒക്കെ പോയി സർവീസ് സെന്റർ സർവീസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ദിവസം എൻ്റെ പോക്കാണ്. രാവിലെ ഇറങ്ങുകയും വേണം വീട്ടിൽ നിന്ന്, പിന്നെ ഒരു ദിവസം ലീവ് എടുത്തിട്ടൊക്കെ പോകണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ വണ്ടി എടുക്കാഞ്ഞത്. അപ്പം ഞാൻ ഈ വാഹനത്തിൽ ഒതുങ്ങി. കാരണം ഇത് എനിക്ക് ഇനി ഒരു 2-3 കൊല്ലം ഉപയോഗിച്ചിട്ട് എനിക്ക് വേറെ എന്തെങ്കിലും വാഹനം എടുക്കണം. കാരണം ഈ വാഹനത്തിൽ ഞാൻ തൃപ്തനാണ്. എനിക്ക് വലിയ കുഴപ്പമില്ല. കാരണം എനിക്ക് ഫാമിലി ഓട്ടോ ആണ്. ഞാൻ അധികം ഓവറായിട്ട് സ്പീഡ് എടുത്ത് ഓടിക്കുന്ന ആളുമല്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ വാഹനത്തിൽ ഞാൻ തൃപ്തനാണ്. മൈലേജ് എനിക്ക് വലിയ ഓട്ടം ഇല്ലാത്തതുകൊണ്ട് മൈലേജും വലിയ കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് ഈ വാഹനം കൈലാക്ക് എടുക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കൈലാക്ക് നല്ല വണ്ടിയാണ്. ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ പല പ്രാവശ്യം അവർ വിളിച്ചിരുന്നു. അഡൽട്ട് ആൻഡ് ചൈൽഡിന് 5 സ്റ്റാർ കിട്ടിയ വാഹനമാണ്, ഒന്ന് കൺസിഡർ ചെയ്തുകൂടെ എന്നൊക്കെ എനിക്ക് പലരും വിളിച്ച് പറയുകയുണ്ടായി. അവരോടൊന്ന് വിളിക്കുകയുണ്ടായി. പക്ഷെ ഞാൻ ഇതുകൊണ്ടാണ് എടുക്കാതിരിക്കാനുള്ള കാരണം. കൈലാക്ക് ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്താണ് നിങ്ങൾ ഉപയോഗിച്ചത്, നിങ്ങൾക്ക് എന്താണ് കൈലാക്കിനെ കുറിച്ച് തോന്നിയത്? നല്ല വാഹനമാണോ? നല്ല വാഹനമാണെന്ന് എനിക്കറിയാം. പക്ഷെ മൈലേജും ഈ സർവീസ് സെന്ററിന്റെ അഭാവമാണ് എനിക്ക് തോന്നുന്നത് ഈ വാഹനം സെയിൽ കിട്ടാത്തതിന് കാരണം. എങ്കിലും ഒരു 4000-5000 ഇടയിൽ ഈ വാഹനത്തിന് സെയിൽ കിട്ടുന്നുണ്ട്. പിന്നെ കമ്പനിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടുന്ന വാഹനം കൈലാക്ക് തന്നെയാണ്. സോ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തെങ്കിലും വാഹന റിലേറ്റഡ് ആയിട്ടുള്ള എനിക്കറിയുന്ന കാര്യങ്ങൾ ചാനലിൽ വന്ന് പറയുന്നതാണ്. അപ്പോൾ പല സെർച്ചും ഒക്കെ ചെയ്തിട്ട് പലരോടും ചോദിച്ചിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങളൊക്കെയാണ് ഈ ചാനലിൽ കൂടുതലും പറയുന്നത്. അപ്പോൾ വാഹനത്തിന്റെ റിവ്യൂ കൂടെ ഉൾപ്പെടുത്താൻ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.